ഇവിടെ നന്നായി പീഡിപ്പിക്കാൻ അറിയാവുന്ന നട്ടലുള്ള സ്ത്രീകൾ തങ്ങളുടെ നിർഭയത്തുണ്ടെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാണ്. കാരണം നിങ്ങൾ എന്ത് ഒരു സ്ത്രീയോട് പെരുമാറുന്നോ അതേ ആറ്റിറ്റ്യൂഡിൽ തന്നെ നിങ്ങൾ ബലാത്സംഗം ചെയ്ത തിരിച്ച് ബലാത്സംഗം ചെയ്യാൻ അറിയാവുന്ന സ്ത്രീകൾ നമ്മുടെ നിർഭയയിലുണ്ട്. അതുകൊണ്ട് മര്യാദയ്ക്കും മറ്റൊക്കെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒന്ന് പോയാച്ചി വാരങ്ങള്. ഇവിടെ ഇവർക്ക് ഇതിനെപ്പറ്റി വല്ല ഗ്രാഹ്യമൊന്നും ഇല്ലെന്ന് തോന്നണേട്ടാ. മാക്കിട്ടീന്നും പറഞ്ഞ വെച്ച് കാച്ചയാണ്. ഇല വന്ന് മുള്ളി വീണാലും മുള്ളു വന്ന് ഇല വീണാലും എടാ മൊനടിഞ്ഞൂടാ. പ്ലീസ് ഐ ആം വെയിറ്റിംഗ്. വരണം മിസ്റ്റർ ഇന്ദു ചൂടി. കണ്ട ഇതാണ് ആണുങ്ങളുടെ മൈൻഡ്. ഇങ്ങനെയുള്ളവന്മാരെയാണ് നിങ്ങൾ പിടിച്ച് പറയണത്. നിങ്ങൾ ബലാത്സംഗം ചെയ്ത തിരിച്ച് ബലാത്സംഗം ചെയ്യാൻ അറിയാവുന്ന സ്ത്രീകളും നമ്മുടെ നിർഭയയിലുണ്ട്. അല്ല നടക്കണ കാര്യം ഉണ്ടെങ്കിൽ വല്ലതും പറയും നിങ്ങള്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ മലമറിച്ചവനാണ് കേട്ടോ. മലമറിച്ചവന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ പ്രോപ്പർ താരമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാക്കുള്ള റീൽസ് ഇടുന്നവരെയൊക്കെ വെച്ച് നോക്കണമെങ്കിൽ മിണ്ടാതിരി ബ്രോ. അവിടെ കാക്കകൾ എന്തോ പറയുന്നുണ്ട്, കേൾക്കട്ടെ. എന്ന് വെച്ചാൽ എനിക്ക് 4 പേരുണ്ട്. ഒന്ന് സുജിത്ത്, ടൊമാറ്റർ, ശിവമയം, ശിവൻ, പിന്നെ അസസി, പക്ക ഫ്രോഡ് ക്രിമിനൽ മൈൻഡ്. പക്ക ഫ്രോഡ് ക്രിമിനൽ മൈൻഡാ? പിന്നെ എന്താടാ പക്ക ഫ്രോഡ് ക്രിമിനൽ മൈൻഡ്? ഇവൻ വലിച്ചതാണെന്ന് തോന്നണില്ല, കൂട്ടിയിട്ട് കത്തിച്ചതാണ്ടേ. പക്ക ഫ്രോഡ് ക്രിമിനൽ മൈൻഡ്. സ്വന്തമായിട്ട് ഇരുന്ന് പറയാണ് പക്ക ഫ്രോഡ് ക്രിമിനൽ മൈൻഡ്. എന്നാണ് എന്തോ പോലീസ് നോക്കിക്കൊണ്ട് പോണത്. നിങ്ങൾ ബലാത്സംഗം ചെയ്ത തിരിച്ച് ബലാത്സംഗം ചെയ്യാൻ അറിയാവുന്ന സ്ത്രീകളും നമ്മുടെ നിർഭയയിലുണ്ട്. പക്ക ഫ്രോഡ് ക്രിമിനൽ മൈൻഡ്. ഞാൻ നോക്കി അടക്കുമായിരുന്നു ഇതുപോലത്തെ ഒരു സൗണ്ട് ഇല്ലാത്ത പുല്ലുവെട്ട് മെഷീൻ. ഇങ്ങനെയാണ് ഒറ്റയ്ക്ക് വഴി വെട്ടുന്നത്. കുറച്ച് മാത്രമേ ഉള്ളെങ്കിലും പുള്ളിയുടെ എനർജി തറയൊക്കെ വിഴുത് മറിക്കുക തന്നെ. പക്ക ഫ്രോഡ് ക്രിമിനൽ. എന്റെ കൂടപ്പറപ്പാണവൻ. അവനെ ഇല്ലാണ്ടാക്കിയവനെ ചോര കൊണ്ട് കുളിപ്പിക്കും, തീ കൊണ്ട് പൊതിയും, മണ്ണ് കൊണ്ട് മൂടും. എടാ ഈ മാത്രം റീല് വരെ തീർന്നില്ലടാ ഇതുവരെ. എനിക്ക് തോന്നുന്നു OTT ഇറങ്ങണവരെ മിക്കവാറും മാർക്കോനെ കൊന്നു പോലെ വിളിക്കും ആൾക്കാർ. അങ്ങനെ ചിന്തിക്കാൻ போலும் പാടില്ല. நீங்களும் அப்படி நினைச்சீங்க இல்லையா? ஆமா சார். அப்ப நானும் அந்த மாதிரி நினைச்சதுல தப்பு இல்லையே? இல்ல சார். ഐ ഹേറ്റ് മൈ മൈൻഡ്. പക്ക ഫ്രോഡ് ക്രിമിനൽ. ഇതുപോലുള്ള റീൽസ് ഒക്കെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്താൽ പറയാൻ പറ്റൂല. ഏത് നേരത്തോണല്ലോ ആത്തുക. ബോച്ചനെ കണ്ടില്ലേ? Attention please. Turkish Airlines flight. അതെടുത്ത് കളഞ്ഞപ്പോ അവന്റെ ക്രിമേഡി തീർന്നു. അതവന്റെ ബീലി, അവനായി അവന്റെ പാടായി. അപ്പോട്ടെ നെക്സ്റ്റ് ടൈം. കഷ്ടപ്പെട്ട് ജീവിക്കും മനുഷ്യ, ഒറ്റപ്പെട്ട് ജീവിക്കും മനുഷ്യ. നീ എന്തിനടാ മോനെ എങ്ങനെ നീ കഷ്ടപ്പെട്ട് പാടണത്? നീ ഒറ്റക്കരിയുന്നൊരു കനലാണോ? നീ സമാധാനമായിട്ട് പാടിയാ മതി. ഇങ്ങനെ പോയാ നീ കുറെ കഷ്ടപ്പെടും. നീ ഹൃദയമിടിപ്പുള്ളോരെന്ത്രമാണോ? ഓടിക്കൊണ്ടിരിക്കുന്ന പൊന്നുമോനെ, ഓടിക്കൊണ്ടിരിക്കുന്ന പൊന്നുമോളെ, നീ ഒറ്റക്കരിയുന്നൊരു കനലാണോ? നീ ഹൃദയമിടിപ്പുള്ളോരെന്ത്രമാണോ? കൊള്ളാം സംഭവം കൊള്ളാം. കുറച്ചുകൂടെ റിലാക്സ് ചെയ്ത് പാടാൻ ട്രൈ ചെയ്യ് ബ്രോ, അപ്പോൾ ഓക്കെ ആവും. നന്നായിട്ടുണ്ട്. കൊള്ളാം അടിപൊളി. തുടക്കാവുന്ന കഷ്ടപ്പെട്ടെങ്കിലും ഒടുക്കം അടിപൊളിയായി.
തീർന്ന അവ ആ പാട്ടിനെ പാടി കൊന്നു. ആരോ അവനെ വല്ലാണ്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, അല്ലാതെ എങ്ങനെ വരാൻ വഴിയില്ല. പക്ക ഫ്രോഡ് ക്രിമിനൽ മൈൻഡ്. തോറ്റുകൊണ്ട് തുടങ്ങണം, പരിഹാസങ്ങളിൽ നിന്ന് പഠിക്കണം. എല്ലാവർക്കും ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകട്ടെ. പാവോടാ, അവളെ 2025 ഒരു കേക്ക് കൊണ്ടുപോയി. നിങ്ങളുടെ ഹീറോ ഇപ്പൊ എന്ത് ചെയ്യുന്നു? വിൽ യു ഗീവ് അപ്പ്? പാവോടാ, ഒരു കഷ്ണം കേക്ക് ആണെങ്കിലും അങ്ങനെ കണ്ടപ്പോ പാവം തോന്നും. ഡോണ്ട് റിപ്പീറ്റ്. അച്ഛൻ മകളെ വിവാഹം ചെയ്ത് മാതൃകയായി. അച്ഛനോടുള്ള സ്നേഹം കാരണം സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം ചെയ്തു. ये मेरे पापा है। और ये आप ही कौन है? ये मेरी सौतेली बेटी है। सौतेली बेटी है। और मैं इनसे प्यार करती हूँ और अपनी मर्जी से शादी की। എടാ, ഇത് അച്ഛനും മോളും തന്നെയാടാ. അയാൾ പറഞ്ഞാൽ മനസ്സിലായില്ല, ബേട്ടിന്നൊക്കെ പറയുന്നുണ്ട്. ഇവർക്കൊരു കുട്ടി ഉണ്ടായാൽ അതിന്റെ അച്ഛൻ ഇയാള്, അതിന്റെ അമ്മയുടെ അച്ഛനും ഇയാള്. ഫാദർ ആൻഡ് ഗ്രാൻഡ് ഫാദർ, ആളിന് ഓൺ. അച്ഛനും ഒരാള്, അപ്പൂപ്പനും ഒരാള്. കുറച്ച് ആൾക്കാർക്ക് മാത്രം ഭൂമി റിവേഴ്സ് ഗിയറിട്ടാണെന്ന് തോന്നുന്നു കറങ്ങണം. ഈ ലോകം എങ്ങോട്ടാ പോണത്? പക്ക ഫ്രോഡ് ക്രിമിനൽ. If he is nothing without the suit, he shouldn't have. നസീർ, ജയൻ, മോനെ Everyone fails at who they are. വിനായകൻ, അതൊക്കെ തോറ്. Guilt. എന്റെ മോനെ. At what cost should I save the future? എടാ, തനുസ് ജഗതി. യോ സിൽക്ക്. മോനെ, എയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആയിട്ടുള്ളൂ, പക്ഷെ അതിന്റെ ഡീറ്റെയിലിംഗ് ഉണ്ടാ. മിക്കവാറും ഒരു 5 വർഷത്തിനകത്ത് എ വെച്ചൊരു ഫുൾ പടം തന്നെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ചാൻസ് അല്ല, മിക്കവാറും ഇറങ്ങും അത്. കായലകൾ പുൽകും കണുവലിയുമീറൻ കാറ്റിൽ നിറപൊലിയേകാമെന്നരി. നോക്കണേ, ഇപ്പൊ തന്നെ ഇത്രയും ഡീറ്റെയിലിംഗ്. നീ ഒരു 5 വർഷം കഴിഞ്ഞിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാണ്. എന്തായാലും ഇത് ചെയ്തവൻ ഒരു കില്ലാടി തന്നെ. ഇവിടെ സംഭവം ഈ വീഡിയോയ്ക്കിടയിൽ ഒരു കമന്റ് വന്നായിരുന്നു. ബ്രോ, ഞാനൊരു വീൽ ചെയർ യൂസർ ആണ്. ഇടയ്ക്ക് ഒരു അസുഖം ബാധിച്ചാണ് ഇങ്ങനെ ആയത്. ഇനി പഴയ പോലെ നടക്കാൻ സാധിക്കുമോ എന്നറിയില്ല. എന്റെ ഒരു ഫോട്ടോ തന്നാൽ ഇതുപോലെ നോർമലായി നടക്കുന്ന പോലെ ഒരു വീഡിയോ ചെയ്ത് തരാമോ? പടിയിൽ ജസ്റ്റ് ഷുവർ, ഡൺ. ആ പുള്ളിക്ക് ഇതിൽ കൂടെ എന്ത് വേണോടാ? ഇതൊക്കെ കാണാൻ ഓർക്കുന്നത് കുറച്ചുകൂടെ കഴിയുമ്പം നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ വരെ വീഡിയോ ആയിട്ട് ഇറങ്ങി തുടങ്ങും. ഇപ്പൊ തന്നെ ഇങ്ങനെയാണെങ്കിൽ ഒരു 10 കൊല്ലത്തിനകത്ത് എന്തായാലും വരും അത്. വരണേ. ദുൽഖർ, മാക്രോ, മാർക്കോ, ഉണ്ണിമുകുന്ദൻ, അപർണ, ടൊവിനോ, ഫഹദ്, പേര് പറഞ്ഞല്ലോ, ആസിഫ് അലി, എടം നസ്രിയ, ബേസില്, പേര് പറഞ്ഞത് നിവിൻ പോളി. എന്തായാലും സംഭവം കൊള്ളാം കേട്ടാ. എടാ, എന്റെ കൂടെ എത്തി ചെറുതാക്കി താടാ ഫോട്ടോ. എന്തായാലും സംഭവം കൊള്ളാം. എ യുഗമാണ് സ്റ്റാർട്ട് ആയിരിക്കുന്നത്. ഒരു വശത്ത് എയുടെ ഗുണം കിട്ടുമെങ്കിലും മറുവശത്ത് ഈ മോർഫിംഗ് ഒക്കെ ചെയ്യണമാർക്ക് ഒരു എക്സ്ട്രാ ബോണസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഈ എ വെച്ചിട്ട് നമ്മൾ 6 ഒരു പണി കിട്ടി. അണ്ണന്റെയും പെരയുടെയും ഒരു ലിപ് ലോക്ക് ഇപ്പൊ വൈറലായിട്ട്. അല്ല, അത് ഒറിജിനൽ എന്ന് പറയുന്നുണ്ടല്ലോ. അത് എവിടെ ഒറിജിനൽ ഫേക്ക്? ഞങ്ങള് അങ്ങനെ ചെയ്യുന്നത് ഞാനും ആ ടൈപ്പല്ല, അവനും ആ ടൈപ്പല്ല. അപ്പൊ പലരും വിളിച്ചു ചോദിക്കുകയാണ്. ഞങ്ങൾ ബ്ലഡ് നൈറ്റ് അപ്ഡേറ്റ് സിംഗിൾ സീൻ ഞങ്ങൾ ചെയ്തിട്ടില്ല. ഇനിയിപ്പോ ഡിലീറ്റ് ടൈപ്പ് ആണോ? ഒന്നുമല്ല, ഇത് എ ഉപയോഗിച്ച ടെക്നോളജി മിസ്യൂസ് ചെയ്യലാണ്.
വരുന്ന പണ്ടേ ആൾക്കാർ പറഞ്ഞാണ് മിസ്യൂസ് ചെയ്യണം. ആ മിസ്യൂസ് അടങ്ങണം. സംഗതി ഇത് ചെയ്തത് ആരായാലും അത് മോശമായി പോയിട്ടാ. എ ഒക്കെ വെച്ച് പഠിക്കുന്നവരുണ്ടെങ്കിൽ എന്തെങ്കിലും നല്ലതിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കും കേട്ടോ. ഉടായ്പത്രമൊക്കെ കാണിച്ച് വെറുതെ എന്തിനാണ് ഉണ്ട തിന്നണത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് പറയാം.